ചെയ്യാൻ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്ഷമിക്കുക. ഒരാളോട് സോറി പറയാന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ ഇത്ര ഡിഫിക്കൽട്ടാണ്. ശരിക്ക് ഒന്ന് ആഴ്ത്തി നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഒരു ഈഗോ തന്നെയല്ലേ. നമുക്കൊക്കെ ഒരു ഈഗോ ഉണ്ട്, ഇല്ലാന്ന് ആർക്കും പറയാൻ പറ്റില്ല. നമ്മൾ അറിഞ്ഞോ അറിയാതെ ഈ ഈഗോ നമ്മളിങ്ങനെ എങ്ങനെയാ അവരോട് പോയി സോറി പറയാന്നൊക്കെ ഉള്ളൊരു ആ ഒരു ചെറിയൊരു കാര്യമാണ്. നമുക്ക് മാപ്പ് കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ ഈഗോ ഹേർട്ട് ചെയ്യും. അത് ശരിക്കും പറഞ്ഞാല് തോറ്റു കൊടുക്കാന്ന് പറഞ്ഞാൽ പറ്റില്ല ശരിക്കും. ഞാനും ഒരു കാലത്ത് ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന ആളായതുകൊണ്ട് ഇത് നന്നായിട്ട് എനിക്കിത് ഡിഫൈൻ ചെയ്യാൻ പറ്റും. കാരണം എനിക്കും ഭയങ്കരമായിരുന്നു. പ്രത്യേകിച്ച് എന്തുകൊണ്ടോ എനിക്ക് ചെറിയൊരു വഴക്കുണ്ടായാൽ പിന്നെ ഞാൻ പോയി വാക്ക് തർക്കമൊന്നും ഉണ്ടാക്കില്ല. പക്ഷെ എൻ്റെ മനസ്സിന്റെ ഒരു കോണിൽ അത് കിടക്കും. അതിങ്ങനെ കടന്ന് അത് പുകഞ്ഞ് അത് മാസങ്ങളെടുക്കും, വർഷങ്ങളെടുക്കും. എത്രയോ ഞാനിത് സഫർ ചെയ്തിട്ടുള്ളതെന്നറിയോ. ചിലപ്പോൾ കൂട്ടുകാരുടെ ഇടയിൽ തന്നെയായിരിക്കും, നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഇടയിലൊക്കെ തന്നെയായിരിക്കും ഈ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുന്നത്. ചെറുതായിട്ടൊന്ന് കളിയാക്കിയിട്ടുണ്ടാവും. നമുക്ക് ക്ഷമിക്കാൻ പറ്റില്ല ആ വ്യക്തിയോട്. പക്ഷെ ആ വ്യക്തിയോട് പോയിട്ട് പറയാനോ അല്ലെങ്കിൽ അത് പറഞ്ഞ് അവസാനിപ്പിക്കാനോ ഒന്നും നിൽക്കില്ല. അത് മനസ്സിന്റെ ഒരു കോണിൽ കിടന്നിട്ട് അത് ഇങ്ങനെ ഒരു പോയിസൺ, ഒരു വിഷം പോലെയായിട്ട് മാറുന്ന സിറ്റുവേഷനിലൊക്കെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഞാൻ സത്യം പറയാലോ, ഞാൻ കൂടുതൽ പ്രാർത്ഥനയിലൊക്കെ വന്നതിന് ശേഷമാണ് ഇത് എത്ര പോയിസണസ് ആണ് നമ്മളെ തന്നെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തെ ഒക്കെ ഇത് ശരിക്കും കാർന്നു തിന്നുന്ന ഒരു തരം വിഷമാണെന്നുള്ളതൊക്കെ മനസ്സിലായത് പിന്നെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ്. ഇപ്പൊ ഒരാളോട് ക്ഷമിക്കാൻ പറഞ്ഞാൽ എനിക്ക് ഒരു മടിയില്ലാതെ പോയിട്ട് ആ വ്യക്തിയോട് സോറി പറയാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും എന്താ പറയാ നോട്ട് ചെയ്ത് വെക്കുന്നത്, അയ്യോ ഇന്ന് ആരോടെങ്കിലും ഞാൻ തെറ്റ് ചെയ്തോ. ഞാൻ എപ്പോഴും കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ആലോചിക്കും, ഇന്ന് ആരോടെങ്കിലും ഞാൻ തെറ്റ് ചെയ്തോ, അറിഞ്ഞോ അറിയാതെയോ. കാരണം നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടായിരിക്കും ചെയ്യുന്നത്, ചിലത് നമ്മൾ അറിയാതെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ വേഗം അത് കോംപ്രമൈസ് ചെയ്യാൻ നോക്കും. അപ്പോൾ കാരണം അതിന്റെ ഒരു മാറ്റത്തിന്റെ ഒരു റീസൺ എന്തെന്ന് വെച്ചാല് നമ്മള് ദൈവത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി. ലൈഫിൽ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ പ്രാർത്ഥനയുടെ നിയമങ്ങൾ നമ്മൾ ലൈഫിൽ പാലിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിലായി ഈ വഴക്കെന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ ഈ വഴക്കുണ്ടാക്കണ വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു മരത്തിന്റെ ചില്ല ഒന്ന് അപ്പുറത്തെ പറമ്പിക്ക് പോയി. അതിനായിരിക്കും ചിലപ്പോൾ രണ്ട് അയൽപ്പക്കക്കാര് നമ്മൾ വഴക്കുണ്ടാകുന്നത്. അപ്പോൾ ചെറിയൊരു കാര്യത്തിൽ തുടങ്ങിയിട്ട് അതിങ്ങനെ ബലൂൺ പോലെ വീർത്ത് പിന്നെ അത് പൊട്ടി അത് നാശാവുന്ന ഒരു അവസ്ഥ വരെ അതുവരെ എത്തിക്കും നമ്മള്. അത് ആദ്യമേ തന്നെ